Good morning. Point clipping. Clipping ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ടൈപ്പ് ക്ലിപ്പിംഗ് ആണ് പോയിന്റ് ക്ലിപ്പിംഗ്. ഒരു പോയിന്റ് പി എന്നുള്ളൊരു പോയിന്റ് പി ഈക്വൽ ടു എക്സ് വൈ, ഇതാണ് ആ പോയിന്റ്. അതിൻ്റെ രണ്ട് കോർഡിനേറ്റ്സ് ആണ് എക്സും വൈയും. അപ്പോൾ ആ പോയിന്റ് ഈ ഒരു ക്ലിപ്പിംഗ് റെക്റ്റാങ്കിളിനകത്താണെന്നുണ്ടെങ്കിൽ ആ പോയിന്റിനെ സേവ് ചെയ്യണം. ഒരു ക്ലിപ്പിംഗ് റെക്റ്റാങ്കിൾ, ഇതാണ് ഒരു ക്ലിപ്പിംഗ് റെക്റ്റാങ്കിൾ. ഈ ക്ലിപ്പിംഗ് റെക്റ്റാങ്കിളിൻ്റെ ഇൻസൈഡാണ് ഈ ഒരു പോയിന്റ് പി എന്നുള്ളതെങ്കിൽ ആ പോയിന്റിനെ സേവ് ചെയ്യണം. ആ ക്ലിപ്പിംഗ് റെക്റ്റാങ്കിളിന് പുറത്താണ് ഈ പോയിന്റ് എങ്കിൽ, പി എന്നുള്ള പോയിന്റ് പുറത്താണെങ്കിൽ അതിനെ ഡിസ്കാർഡ് ചെയ്യാൻ, അതിനെ ക്ലിപ്പ് ചെയ്യണം. ഈ ഒരു കണ്ടീഷൻ ഇവിടെ ഈ ഒരു പോയിന്റ് ഇവിടെ 4 ഇനിക്വാലിറ്റീസ് ആണ് സാറ്റിസ്ഫൈ ഉള്ളത്. XW mean less than or equal to X, less than or equal to XW max. Similarly, YW mean less than or equal to Y, less than or equal to YW max. ഈ ഒരു 4 ഇനിക്വാലിറ്റീസ് ഏതൊക്കെയാണ് ഇവിടെ? XW mean less than or equal to X, അത് ഫസ്റ്റ് ഇനിക്വാലിറ്റി. നെക്സ്റ്റ് X less than or equal to XW max. Again YW mean less than or equal to Y, y less than or equal to YW max. ഈ 4 ഇനിക്വാലിറ്റീസ് ഈ പോയിന്റ് പി എന്നുള്ള പോയിന്റ് സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ ആ പോയിന്റിനെ സേവ് ചെയ്യണം. ദാറ്റ് പോയിന്റ് ഈസ് ഇൻസൈഡ് ദി ക്ലിപ്പ് വിൻഡോ. ഇഫ് എനി ഓഫ് ദീസ് 4 ഇനിക്വാലിറ്റീസ് ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്, ദ പോയിന്റ് ഈസ് ക്ലിപ്ഡ്. ഈ 4 ഇനിക്വാലിറ്റി ഏതെങ്കിലും ഒന്ന് സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ആ പോയിന്റ് ക്ലിപ്പ് ചെയ്യണം. ആ പോയിന്റ് ഡിസ്പ്ലേക്ക് വേണ്ടി സേവ് ചെയ്യുക. നോട്ട് സേവ്ഡ് ഫോർ ഡിസ്പ്ലേ. അപ്പോൾ നോക്കാം. ഇതാണ് XW min. നെക്സ്റ്റ് ഇത് XW max. ഇങ്ങോട്ടുള്ളത് YW min. നെക്സ്റ്റ് YW max. അപ്പോൾ നമ്മളെ പോയിന്റ് ഇതാണ് പി. ഈ പി എന്നുള്ള പോയിന്റ് അതിൻ്റെ എക്സ് കോർഡിനേറ്റും വൈ കോർഡിനേറ്റും, ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ അവിടെ 2 കോർഡിനേറ്റ്സ് ഉണ്ട്, എക്സും വൈയും. ഇവിടെ എക്സ് എന്നുള്ളത് XW മിന്നേക്കാൾ വലുതായിരിക്കണം, എക്സ് എന്നുള്ളത് XW മാക്സിനേക്കാൾ ലെസ് ആയിരിക്കണം. അതേപോലെ വൈ എന്നുള്ള കോർഡിനേറ്റ് YW മിന്നേക്കാൾ വലുതുമായിരിക്കണം, വൈ എന്നുള്ള കോർഡിനേറ്റ് YW മാക്സിനേക്കാൾ ലെസ്സും ആയിരിക്കണം. എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ഇൻസൈഡ് ദിസ് ക്ലിപ്പ് വിൻഡോ, ഈ പറയുന്ന 4 ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യണമെങ്കിൽ ആ പോയിന്റ് ക്ലിപ്പ് വിൻഡോയ്ക്ക് ഉള്ളിലാണ്. സോ ഇറ്റ് ഷുഡ് ബി സേവ്ഡ്. അതർവൈസ് ഏതെങ്കിലും ഇനിക്വാലിറ്റി സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ക്ലിപ്പ് വിൻഡോയ്ക്ക് പുറത്തായിരിക്കും. നമുക്കിവിടെ 4 ക്ലിപ്പ് വിൻഡോ ആണുള്ളത്. 1 2 3 4. ഈ 4 ബൗണ്ടറീസ്, 4 ക്ലിപ്പ് വിൻഡോ അല്ല, 4 ബൗണ്ടറീസ്. ഈ ക്ലിപ്പ് വിൻഡോയ്ക്ക് 4 ബൗണ്ടറീസ് ആണുള്ളത്. ഈ ഏതെങ്കിലും ബൗണ്ടറിക്ക് പുറത്തായിരിക്കും. അതിനെ സേവ് ചെയ്യേണ്ട കാര്യമില്ല, അതിനെ എലിമിനേറ്റ് ചെയ്യാം. ഇതാണ് പോയിന്റ് ക്ലിപ്പിംഗ്. നെക്സ്റ്റ് പറയുന്നത് ലൈൻ ക്ലിപ്പിംഗ് ആണ്. എ ലൈൻ ക്ലിപ്പിംഗ് പ്രൊസീജിയർ ഇൻവോൾവ്സ് സെവറൽ പാർട്സ്. ലൈൻ ക്ലിപ്പിംഗ് കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യണം. ഈ കാണിച്ചിരിക്കുന്ന കുറേ ലൈൻസ് ആണ്. നോക്കുമ്പോൾ മനസ്സിലാവും. P1 P2 P3 P4 P5 P6 P7 P8 നെക്സ്റ്റ് P9 P10. ഇങ്ങനെ 5 ലൈൻസാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഇവിടെ ചില ലൈൻസ് ഫുള്ളായിട്ട് ഈ വിൻഡോയ്ക്ക് പുറത്താണ്, ചില ലൈൻ ഫുള്ളായിട്ട് വിൻഡോയ്ക്കകത്താണ്, ചില ലൈൻസ് പാർഷ്യലായിട്ട് ഇൻസൈഡും പാർഷ്യലായിട്ട് ഔട്ട്സൈഡുമാണ്. അപ്പോൾ ഇവിടെ ഏതൊക്കെ ലൈൻ ക്ലിപ്പ് ചെയ്യണം എന്നുള്ളതാണ്. ഏതൊക്കെ ലൈൻ വിൻഡോയ്ക്ക് പുറത്താണോ ആ പോർഷനെല്ലാം കട്ട് ചെയ്ത് മാറ്റണം. വിൻഡോയ്ക്ക് അകത്തായിട്ടുള്ള പോർഷനെല്ലാം സേവ് ചെയ്യണം. ഇതാണ് ലൈൻ ക്ലിപ്പിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ലൈനിൻ്റെ വിൻഡോയ്ക്ക് ഇൻസൈഡായിട്ടുള്ള പോർഷനെ സേവ് ചെയ്യുന്നു, വിൻഡോയ്ക്ക് പുറത്തുള്ള വിൻഡോയ്ക്ക് ഔട്ട്സൈഡായിട്ടുള്ള പോർഷനെ ഡിസ്കാർഡ് ചെയ്യുന്നു, അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. ഫസ്റ്റ് ചെക്ക് ചെയ്യുന്ന ഇതാണ്, ആ ലൈൻ ഫുള്ളായിട്ട് ക്ലിപ്പിംഗ് വിൻഡോയ്ക്ക് ഇൻസൈഡ് ആണോ നോക്കുന്നു. അല്ല എങ്കിൽ നെക്സ്റ്റ് ലൈൻ ഫുള്ളായിട്ട് ക്ലിപ്പിംഗ് വിൻഡോയ്ക്ക് പുറത്താണോ നോക്കുന്നു. അതുമല്ല എങ്കിൽ ദ ലൈൻ ഈസ് പാർഷ്യലി ഇൻസൈഡ് ഓർ
പാർഷ്യലി ഔട്ട്സൈഡ്. പാർഷ്യലി ഇൻസൈഡ് എന്ന് പറഞ്ഞാൽ പാർഷ്യലി ഔട്ട്സൈഡ് ആണ്. ഈ കേസിൽ ക്ലിപ്പ് വിൻഡോയുടെ ബൗണ്ടറി ആയിട്ട് ലൈൻ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പ്രോസസ് യൂസ് ചെയ്യും, ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ്. ഇൻസൈഡ് ഔട്ട്സൈഡ് ടെസ്റ്റ് എന്നുള്ള ഈ ഒരു പ്രോസസ് വഴി ആ ഒരു ക്ലിപ്പ് വിൻഡോയുടെ ബൗണ്ടറി ആയിട്ട് ലൈൻ ജോയിൻ ചെയ്യുന്ന പോർഷൻ ചെക്ക് ചെയ്യുകയാണ്. ഫസ്റ്റ് പറയുന്നതാണ് എ ലൈൻ വിത്ത് ബോത്ത് എൻ പോയിന്റ്സ് ഇൻസൈഡ് ആൾ ക്ലിപ്പിംഗ് ബൗണ്ടറീസ് ഈസ് സേവ്ഡ്. ഒരു ലൈനിൻ്റെ രണ്ട് എൻ പോയിന്റ്സും എല്ലാ ക്ലിപ്പിംഗ് ബൗണ്ടറിക്കും ഇൻസൈഡ് ആണെങ്കിൽ ആ ലൈനിനെ സേവ് ചെയ്യണം. നമ്മുടെ ക്ലിപ്പിംഗ് വിൻഡോ ഇതാണെന്ന് വിചാരിക്കുക. ഒരു ലൈൻ, ഈ ലൈൻ P1 P2 എന്നുള്ള ലൈൻ, ഇതിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സും, ഈ ഒരു P1 എന്ന എൻ പോയിൻറ്റും ഈ P2 എന്നുള്ള എൻ പോയിൻറ്റും ക്ലിപ്പ് വിൻഡോയ്ക്ക് ഇൻസൈഡാണ്. എന്ന് പറഞ്ഞാൽ ലൈൻ ഫുള്ളായിട്ട് ക്ലിപ്പ് വിൻഡോയ്ക്ക് അകത്താണ്. സോ ദാറ്റ് ലൈൻ ടു ബി സേവ്ഡ്. ആ ലൈനെ സേവ് ചെയ്യണം. ഇപ്പോൾ ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്റും ക്ലിപ്പ് വിൻഡോയ്ക്ക് അകത്താണെങ്കിൽ ആ ലൈനെ സേവ് ചെയ്യണം. അടുത്തതാണ് എ ലൈൻ വിത്ത് ബോത്ത് എൻ പോയിൻറ്റ്സ് ഔട്ട്സൈഡ് എനി വൺ ഓഫ് ദി ക്ലിപ്പ് ബൗണ്ടറീസ് ഈസ് ഔട്ട്സൈഡ് ദി വിൻഡോ. ഒരു ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്റും ഏതെങ്കിലും ഒരു ബൗണ്ടറിയുടെ തന്നെ പുറത്താണെങ്കിൽ ആ ലൈൻ ഫുള്ളായിട്ട് പുറത്തായിരിക്കും, ക്ലിപ്പ് വിൻഡോയുടെ പുറത്തായിരിക്കും. ആ ലൈനിനെ ഡിസ്കാർഡ് ചെയ്യണം. നോക്കി, ഈ ഒരു ലൈൻ ഇവിടെ രണ്ട് എൻ പോയിൻ്റ് ഉണ്ട്, P3 P4 എന്നുള്ള ലൈനാണെന്ന് വിചാരിക്കുക. ഇവിടെ രണ്ട് എൻ പോയിൻ്റ് ഉണ്ട്, P3 എന്നുള്ള എൻ പോയിൻ്റ്, P4 എന്നുള്ള എൻ പോയിൻ്റ്. ഈ രണ്ട് എൻ പോയിൻറ്റും ഈ ഒരു ക്ലിപ്പ് വിൻഡോയുടെ പുറത്താണ്. ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്റ് സെയിം ക്ലിപ്പ് ബൗണ്ടറിയുടെ ഔട്ട്സൈഡ് ആണെങ്കിൽ ആ ലൈൻ ഫുള്ളായിട്ട് ക്ലിപ്പ് വിൻഡോയുടെ പുറത്തായിരിക്കും. ആ ലൈനിനെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം, അതിനെ ഡിസ്കാർഡ് ചെയ്യാം. ഇപ്പോൾ രണ്ട് കേസ് പറഞ്ഞു, ലൈന് ഫുള്ളായിട്ട് അകത്താകാം, ലൈൻ ഫുള്ളായിട്ട് പുറത്താകാം. ഇനി അടുത്ത കേസ് ഇതാണ്, ലൈനിൻ്റെ ചില പോയിൻറ്റ്സ് ക്ലിപ്പ് ബൗണ്ടറിയുമായിട്ട് ഇൻ്റർസെക്റ്റ് ചെയ്യാം. അവിടെ നമ്മൾ ഇൻ്റർസെക്ഷൻ പോയിൻറ്റ്സിനെ കാൽക്കുലേറ്റ് ചെയ്യണം. കൺസിഡർ എ ലൈൻ വിത്ത് n പോയിൻറ്റ്സ് x1 y1 ആൻഡ് x2 y2 and one or both n points outside the clipping rectangle. The parametric representation is x equal to x1 plus u into x2 minus x1, y equal to y1 plus u into y2 minus y1. അപ്പോൾ ലൈൻ അതിൻ്റെ രണ്ട് എൻ പോയിൻറ്റ്സ് ആണ് x1 y1 ആൻഡ് x2 y2. ആ ലൈൻ ക്ലിപ്പ് ബൗണ്ടറിയുമായിട്ട് ജോയിൻ ചെയ്യാം. ചിലപ്പോൾ ആ ലൈനിൻ്റെ രണ്ട് എൻ പോയിൻറ്റും പുറത്താവാം, അല്ലെങ്കിൽ രണ്ട് എൻ പോയിൻറ്റും ഏതെങ്കിലും ഒരു എൻ പോയിൻ്റ് അകത്തോ പുറത്തോ ഒക്കെ ആവാം. ഈ ഒരു സിറ്റുവേഷൻ നമ്മൾ ഈ ഒരു ഇക്വേഷനാണ് യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ യുവിൻ്റെ വാല്യൂ ആണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ആ യുവിൻ്റെ വാല്യൂ ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്ത് x ഈക്വൽ x1 പ്ലസ് യു ഇൻറ്റു x2 മൈനസ് x1, y ഈക്വൽ y1 പ്ലസ് യു ഇൻറ്റു y2 മൈനസ് y1. ആ യുവിൻ്റെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ യുവിൻ്റെ വാല്യൂ, യു വാല്യൂ 0ക്കും 1നും ആ റേഞ്ചിനകത്തല്ല എങ്കിൽ, 0 ആൻഡ് 1 ഈ റേഞ്ചിനകത്തല്ല യുടെ വാല്യൂ എങ്കിൽ ആ ഒരു ബൗണ്ടറി ഔട്ട്സൈഡ് ആയിരിക്കും. ആ ഒരു പോയിൻറ്റിൻ്റെ ബൗണ്ടറി ഔട്ട്സൈഡ് ആയിരിക്കും. ആൻഡ് ദ ലൈൻ ഡസ് നോട്ട് എൻ്റർ ദി ഇൻറ്റീരിയർ ഓഫ് ദി വിൻഡോ അറ്റ് ദാറ്റ് ബൗണ്ടറി. ആ ലൈൻ ആ ഒരു പോയിന്റിൽ എൻ്റർ ചെയ്യുന്നില്ല. യു കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഒരു ലൈനിൻ്റെ യു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. അത് 0, 1 എന്നുള്ള റേഞ്ചിനകത്തല്ലെങ്കിൽ ആ ഒരു പോയിൻ്റ് വഴി, അല്ലെങ്കിൽ ആ ഒരു ബൗണ്ടറി വഴി, ആ ഒരു ബൗണ്ടറിയിൽ ആ ഒരു ലൈൻ ക്രോസ് ചെയ്യുന്നില്ല. ആ ലൈൻ ആ ഒരു ബൗണ്ടറിക്ക് പുറത്തായിരിക്കും. If the value of u is within the range from 0 to 1, the line segment indeed cross into the clipping area. u value 0, 1 എന്നുള്ള റേഞ്ചിനകത്താണെങ്കിൽ, 0ക്കും 1 ഇടയ്ക്കാണെങ്കിൽ ആ ലൈൻ ആ ഒരു ബൗണ്ടറിയെ ക്രോസ് ചെയ്യുന്നു. ദാറ്റ് ഈസ് ഇൻസൈഡ് ദി ക്ലിപ്പിംഗ് ഏരിയ,
ക്രോസ് ഇൻ ടു ദി ക്ലിപ്പിംഗ് ഏരിയ. ആ ക്ലിപ്പിംഗ് ഏരിയയെ ക്രോസ് ചെയ്യുന്നു. ഈ കാണിച്ചിരിക്കുന്ന ലൈൻസ് നമ്മൾ ക്ലിപ്പ് ചെയ്തിട്ട് കിട്ടിയിരിക്കുന്നതാണ്. നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഇമേജ്. ഈ ഒരു ഇമേജ് ശ്രദ്ധിക്കാൻ മനസ്സിലാവും. P1 P2 എന്നുള്ള ആ ഒരു ലൈൻ കൺസിഡർ ചെയ്താൽ P1 ഉം P2 ഉം ഇൻസൈഡ് ദി ക്ലിപ്പിംഗ് ബൗണ്ടറി. രണ്ട് പോയിന്റും P1 P2 എന്ന ലൈനിൻ്റെ 2 പോയിന്റും ക്ലിപ്പിംഗ് ബൗണ്ടറിക്ക് ഇൻസൈഡാണ്, ക്ലിപ്പിംഗ് വിൻഡോയ്ക്ക് ഇൻസൈഡാണ്. അതുകൊണ്ട് അതിനെ സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് P3 P4 എന്നുള്ള ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ P3 ഉം P4 ഉം സെയിം ബൗണ്ടറിക്ക് പുറത്താണ്. അതുകൊണ്ട് തന്നെ എലിമിനേറ്റ് ചെയ്യണം. അപ്പോൾ അതിനെ ഫുള്ളായിട്ട് ഡിലീറ്റ് ചെയ്യുന്നു. ഇനി അടുത്ത കേസുകളാണ്. ഇവിടെ കുറേ ലൈൻസ് പറയുന്നുണ്ട്. P5 P6 P7 P8 P9 P10. ഇവിടേക്കാണ് ഇൻ്റർസെക്ഷൻ പോയിന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. P5 എന്നുള്ള ആ ഒരു പോയിന്റ്, P5 P6 എന്നുള്ള അതിൻ്റെ P5 എന്നുള്ള പോയിന്റ് ആ ഒരു ബൗണ്ടറിയെ ഈ ഒരു പൊസിഷനിൽ ജോയിൻ ചെയ്യുന്നു, ഇൻ്റർസെക്റ്റ് ചെയ്യുന്നു. അപ്പോൾ ആ ഒരു പോയിന്റ് വെച്ചിട്ട് കാൽക്കുലേറ്റ് യു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നമ്മൾ പറഞ്ഞുള്ള ഇക്വേഷനിൽ നിന്ന് x = x1 + u × x2 - x1, y = y1 + u × y2 - y1. ഈ ഒരു ഇക്വേഷൻ വെച്ചിട്ട് യു വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നു. നെക്സ്റ്റ് അവിടെ അടുത്തൊരു പോയിന്റ് കിട്ടി P5'. ഇതിനെ P5' എന്ന് പറയും. ഈ ഒരു ജോയിൻ ചെയ്യുന്ന പോയിന്റിനെ P5' എന്ന് പറയും. അതേപോലെ P7 P8 എന്നുള്ള ലൈൻ എടുത്തു കഴിഞ്ഞാൽ P7 P8 എന്നുള്ള ലൈൻ എടുത്തു കഴിഞ്ഞാൽ 2 പോയിന്റ് ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്. 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നുണ്ട്. P7 P8 ഈ ലൈൻ കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ 2 പോയിന്റ് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്. ഇതിനെ P7' എന്നെടുക്കാം, ഇത് P8' എന്നെടുക്കാം. അപ്പോൾ ആ ലൈനിൻ്റെ പുറത്തോട്ടുള്ള പോർഷനെ എലിമിനേറ്റ് ചെയ്തു. P7' P8'. ഇതിനകത്തുള്ള പോർഷനെ സേവ് ചെയ്തു. അതേപോലെ P9 P10 മുകളിൽ കാണിച്ചിരിക്കുന്ന ഈ ലൈൻ, അതാണ് P9 P10. ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് ലൈനിൻ്റെ ആ ഒരു വിൻഡോ ഒരിടത്തും ക്രോസ് ചെയ്യുന്നില്ല. വിൻഡോയിൽ ഒരു പ്ലേസിലും അത് ഇൻ്റർസെക്റ്റ് ചെയ്യുന്നില്ല. ആ ലൈൻ ഫുള്ളായിട്ട് ഔട്ട്സൈഡാണ്. അതിനെ എലിമിനേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഇതൊരു ബിഫോർ ക്ലിപ്പിംഗ് ആണ്. ക്ലിപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ലൈൻ കിട്ടുന്നു. P1 P2 സേവ് ചെയ്യുന്നു. നെക്സ്റ്റ് P5'. ഇത് P5' ആണ്. P5' P6 സേവ് ചെയ്യുന്നു. അടുത്ത ഇത് P7' P8'. ഈ 3 ലൈനാണ് കിട്ടുന്നത്. ഇതാണ് ലൈൻ ക്ലിപ്പിംഗ്. ഇപ്പോൾ 2 കാര്യങ്ങൾ പറഞ്ഞു. പോയിന്റ് ക്ലിപ്പിംഗ് പറഞ്ഞു, ലൈൻ ക്ലിപ്പിംഗ് പറഞ്ഞു. ഓക്കെ, താങ്ക് യു.